എന്ന് വെച്ചാൽ ഒരു ജാഗ്രതപ്പെടലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു ജാഗ്രതപ്പെടൽ, വഴി സൂക്ഷിക്കുക. കർത്താവ് നൽകിയ മുന്നറിയിപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ ആ ഭാഗങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. ഞാൻ സമയത്തിന്റെ ചുരുക്കം നിമിത്തം ആ ഭാഗത്തിലേക്ക് പോകാതെ അതിന്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. മൂന്നാമത് എന്താ പറയുന്നത്? അരമുറുക്കുക. അരമുറുക്കുക, ബ്രേസ് യുവർ സെൽസ്. അരമുറുക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അരമുറുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അരവണ്ണം കുറയ്ക്കുക. പിന്നെ അരമുറുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊരു തയ്യാറെടുപ്പിനെ കാണിക്കുന്നതാണ്, അല്ലെ? പെട്ടെന്ന് നമ്മളിങ്ങനെ വെറുതെ കസേരയിലൊക്കെ ഇങ്ങനെ അലസായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു വിചാരിക്കും. പെട്ടെന്നാണ് ആരോ കോളിംഗ് ബെല്ല് അടിച്ചു, അല്ലെ? വേഗം നമ്മൾ ചാടി എഴുന്നേറ്റ. പുരുഷന്മാരാണെങ്കിൽ ഈ സാധാരണ ചെയ്യുന്നത് എന്തായിരിക്കും? ചാടി എഴുന്നേറ്റ മുണ്ട് വേഗം ഒന്ന് വലിച്ചു മുറുക്കി ഉടുക്കും, അല്ലെ? എന്താ കാണിക്കുന്നത്? ഒരു തയ്യാറെടുപ്പാണ്. ഒരാളെ അഭിമുഖീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഇവിടെ ഒരു സംഹാരകൻ വരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു രാജ്യത്തോട് അരമുറുക്കാൻ പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം? ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? ഒരു യുദ്ധത്തിന്റെ തയ്യാറെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സാധാരണ റെഡിയാകലല്ല, ഒരു സാധാരണ തയ്യാറെടുപ്പല്ല. പിന്നെയോ ഒരു ആത്മീക യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു എഴുന്നേൽപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുക എന്നാണ്. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുക. പ്രിയപ്പെട്ട ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. ക്രിസ്തീയ ജീവിതം ഒരു കളിസ്ഥലമല്ല, മറിച്ച് അതൊരു യുദ്ധകളമാണ് എന്ന് തിരിച്ചറിയണം. ക്രിസ്തീയ ജീവിതം ഒരു കളിസ്ഥലമല്ല, അതൊരു എൻജോയ്മെന്റ് ഇടമല്ല. സ്തോത്രം, അത് ഒരു യുദ്ധക്കളമാണ്. ഹല്ലേലൂയ, ഒരു യുദ്ധക്കളമാണ്. ശത്രു എന്ന് പറയുന്നത് ഒരു യഥാർത്ഥമാണ്. ശത്രു യഥാർത്ഥമാണ്. പിശാച് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പോരാട്ടം എന്നുള്ളത് ഒരു സാങ്കല്പികമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് 2 കൊരിന്ത്യർ ലേഖനം 2:11 വായിക്കുന്നു, പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പൗലോസ് പറയുക, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പിശാച് തന്ത്രങ്ങൾ ഒരുക്കി ദൈവമക്കൾക്ക് നേരെ വെല്ലുവിളികളുമായി നിൽക്കുമ്പോൾ ദൈവമക്കൾ അരമുറുക്കി എഴുന്നേൽക്കണം. ജയിക്കണമെങ്കിൽ നമുക്കൊരു യുദ്ധം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതാണ്. അവൻ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ സമ്പത്തിനെ അല്ല, അവൻ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ പൊസിഷനെ അല്ല, അവൻ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ പേരിനെയോ പ്രശസ്തിയോ ഒന്നുമല്ല. അവൻ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. കാരണം ഹൃദയം കവർന്നു പോയാൽ, ഹൃദയം കൈവശമാക്കിയാൽ നമ്മെ സമ്പൂർണമായി അവൻ കീഴടക്കി കഴിഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് തന്നെ പോരാട്ടം നമ്മുടെ ഹൃദയത്തോടാണ്. ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 4-5 വാക്യം ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ടും പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടും പ്രതികാരം ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു. സ്തോത്രം. നോക്കൂ, അവിടെ പൗലോസ് പറയാ, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? എവിടെയാണ് ഈ ആയുധം എടുത്ത് പ്രയോഗിക്കുന്നത്? ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല എന്ന് വെച്ചാൽ അക്ഷരികമായ വാളോ പരിചയോ കുന്തമോ ഒന്നും അല്ല ഞങ്ങളുടെ ആയുധം. ബോംബല്ല,
മിസൈലുകളല്ല ഞങ്ങളുടെ ആയുധം. പിന്നെയോ ഞങ്ങളുടെ ആയുധം ആത്മീകമാണ്. അതിന്റെ പ്രത്യേകത അത് കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളതാണ്. ഈ ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ഏത് മിസൈലിനേക്കാളും, ഏത് ബാലിസ്റ്റിക് മിസൈലിനേക്കാളും, എത്ര വലിയ യുദ്ധവിമാനത്തെക്കാളും, പോർ വിമാനത്തെക്കാളും, റാഫേൽ യുദ്ധവിമാനത്തെക്കാളും എല്ലാം കരുത്തുള്ളതാണ് ദൈവമക്കളുടെ കൈകളിൽ ഇരിക്കുന്ന ആത്മീയ ആയുധം. സ്തോത്രം. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു ദൈവവൈദ്യൻ അതിലും പവർഫുള്ളാണ്. കാരണം അവരിൽ വ്യാപരിക്കുന്ന ആത്മശക്തി എന്ന് പറയുന്നത് ഈ ഉലകത്തെ മുഴുവനും ഉളവാക്കിയ ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിൽ കൂടെ ഈ ഹൈവേ റോഡിൽ കൂടെ നോക്കിയാൽ കാണാം ടാങ്കർ ലോറികൾ ഈ പെട്രോളുമായിട്ട് കടന്നു പോകുന്നത് അല്ലേ. അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഹൈലി ഇൻഫ്ലേമബിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഭയങ്കര പൊട്ടിത്തെറിക്കാൻ, ഭയങ്കര ശക്തിയിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ അത് പൊട്ടിയാൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഉലകത്തെ മുഴുവനും സൃഷ്ടിക്കാനും വേണമെങ്കിൽ നശിപ്പിക്കാനും കരുത്തുള്ള ഒരു ആത്മശക്തിയാണ് ഓരോ ദൈവവൈദ്യനും അകത്ത് വഹിക്കുന്നത്. ആ ആത്മശക്തിയാണ് വഹിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ പൗലോസ് പറയുക, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, പക്ഷെ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവയാണ്. ഇത് മനുഷ്യർക്ക് കാണാൻ പറ്റില്ല. സ്തോത്രം. എരിഹോവില്ല പതിനകത്ത് താമസിച്ച മനുഷ്യർക്കാർക്കും ഇവന്മാരെന്തോ ഈ ചെയ്യുന്നത് മനസ്സിലായില്ല. അവര് വിചാരിച്ച് ഈ ഭോഷന്മാരെന്തോ പ്രവർത്തിക്കുക. സ്തോത്രം. കോട്ടമതിലിന് ചുറ്റും ഇങ്ങനെ നടക്കല. ഓരോ ദിവസവും ഓരോ പ്രാവശ്യം ചുറ്റിക്കറങ്ങിച്ച് തിരിച്ചു പോയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതെന്തോ ഒരു മണ്ടത്തരമാണെന്ന് അല്ലെ. സ്തോത്രം. ഓരോ പ്രാവശ്യം ചുറ്റുക, പിന്നെ പോയിട്ടിരിക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വീണ്ടും എല്ലാവരും വരും, വീണ്ടും ഈ മതിലിൽ പോയി ചുറ്റുക, വീണ്ടും പോയി സ്ഥാനത്തിരിക്കുക. മൂന്നാമത്തെ ദിവസമായി ഇന്നെന്തെങ്കിലും നടക്കുമായിരിക്കും വിചാരിച്ചു. അന്നും ഇവർ എഴുന്നേറ്റ് എന്ത് ചെയ്തു? നടന്ന് കോട്ട ചുറ്റി വീണ്ടും പോയി സ്വസ്ഥാനത്തിരുന്നു. നാലാം ദിവസവും ഇവരെന്ത് ചെയ്തു? ഇവര് വേറൊന്നും ചെയ്തില്ല, കോട്ട ചുറ്റുന്നു, പോയി സ്വന്തം സ്ഥലത്തിരിക്കുന്നു. ഏഴാമത്തെ ദിവസം ആയപ്പോ ഒരു വ്യത്യാസം വന്നു. എന്താണ്? ഒരു പ്രാവശ്യം ചുറ്റി വെച്ചിട്ട് ഇവന്മാര് പോയി ഇരുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം ചുറ്റാൻ തുടങ്ങി, മൂന്നാമത്തെ പ്രാവശ്യം ചുറ്റാൻ തുടങ്ങി. അപ്പോഴെങ്കിലും ഇവര് വിചാരിക്കുന്നുണ്ട് ഈ കുന്തം വെച്ചിട്ട് ഇതിനെ വല്ല കുത്തുവോ? ഒന്നുമില്ല. ആരെങ്കിലും പിടിച്ചൊന്ന് തള്ളുന്നുണ്ടോ? ഒന്നുമില്ല. ഇത് ചെറിയ മതിലല്ല, ഇതുപോലത്തെ മതിലല്ല. അതിന്റെ മുകളിൽ ആളുകൾക്ക് പാർക്കുന്ന വീടുകളുള്ള വലിയ മതിലാണ്. സ്തോത്രം. ഒന്നും ചെയ്യുന്നില്ല. നാലാമത്തെ പ്രാവശ്യമായി, അഞ്ചാമത്തെ പ്രാവശ്യമായി, ആറാമത്തെ പ്രാവശ്യമായി, ഏഴാമത്തെ പ്രാവശ്യം ഇവന്മാര് വരുമ്പോഴത്തേക്ക് സാധാരണ പോലെ അല്ല. അപ്പോഴും ഇവര് നോക്കി എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ല. ഇവര് വലിയ കാഹളമൂതുന്നുണ്ട്, ഭയങ്കര ബഹളമുണ്ട്, ആർപ്പുണ്ട്, സ്വരമുണ്ട്. പക്ഷെ വേറെ പ്രത്യേകമായ യുദ്ധമോ പരിപാടിയോ ഒന്നുമില്ല. ഏഴാമത്തെ പ്രാവശ്യം ഇങ്ങനെ പോയി ഇപ്പുറത്തെത്തുമ്പോഴേക്കോ ഒരു സംഭവം മുമ്പിൽ ഉണ്ടാകുകയാണ്. സ്തോത്രം. മുൻപിൽ നിന്ന മതില് പിടിഞ്ഞു താഴുകയാണ്, തകർന്നു വീഴുകയാണ്. ഒരു യുദ്ധാഭ്യാസം എടുത്തിട്ടില്ല. ഒരാള് കൈകൊണ്ടൊന്ന് തള്ളാനുള്ള ആരോഗ്യം പോലും മുടക്കിയിട്ടില്ല. ഒരു കുന്തം വെച്ച് ഒന്ന് കുത്താനുള്ള പ്രവൃത്തി പോലും ചെയ്തിട്ടില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു പൊട്ടാസ് പടക്കം പോലും ആ മതിലിനെതിരെ പൊട്ടിക്കാൻ അവർ നിന്നിട്ടില്ല. പക്ഷേ ആ ദൈവ പൈതലിന്റെ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും നടുവിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ കോട്ടകൾ തകർന്നു പോയി എന്നാണ് വായിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ആ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. ദൈവ പൈതലേ, നമ്മൾ ഇവിടെ കിടന്നിങ്ങനെ പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഒച്ചപ്പാടിടുമ്പോൾ, സ്തോത്രം, നമ്മൾ വിചാരിക്കും ഒച്ചപ്പാട്ടിട്ട പിശാച് പോകുമോന്ന്. ഇല്ല. നമ്മുടെ ഒച്ചയിലൊന്നും പിശാച് എവിടെ ഓടിപ്പോകുന്നില്ല, നമ്മുടെ ആർപ്പിൽ ഓടിപ്പോകുന്നില്ല. പക്ഷേ എന്താ? അതിന്റെ എല്ലാം നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അത് ശത്രുവിന്റെ കോട്ടകളെ തകർക്കുന്നതാണ്. അത് പാതാള ഗോപുരത്തിന്റെ ഉയർച്ചകളെ ഇടിച്ചു കളയുന്നതാണ്. അതേത് വെല്ലുവിളികളെ തകർക്കുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് പറയുക, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളതാണ്. ആ ശക്തിയുള്ള ആയുധം കൊണ്ട് ഞങ്ങൾ എവിടെ പോയി യുദ്ധം ചെയ്താ പറഞ്ഞേക്കുന്നത്? നേരെ നമ്മളെ പോയ ഡൽഹിയിലേക്ക്. കാരണം അവിടെയാണല്ലോ നമുക്ക് എതിരാളികൾ. അങ്ങനെയാണോ? അല്ല, തിരുവനന്തപുരത്തേക്ക്. അവിടെയാണോ? അല്ല, പിന്നെ എവിടെയാ? നമ്മുടെ പോരാളി ഇരിക്കുന്നതും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലല്ലോ. സ്തോത്രം. പിന്നെ എവിടെയാ യുദ്ധം ചെയ്യുന്നത്?
യുദ്ധം ചെയ്തത് എവിടെയാന്ന് അടുത്ത അവയാൽ. 5-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിക്കേ. 2 കൊരിന്ത്യർ 5:10. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ എവിടെയാ? ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളയും. ഏതു വിചാരം എവിടെയാ? ഹൃദയത്തിൽ. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ആമേൻ, സ്തോത്രം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ആയുധം കൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് എവിടെയാണ്? ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെയാണ്. കാരണം ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? സ്തോത്രം. പിശാചി സകലവിധ അഭ്യാസം എടുത്തോണ്ട് വരുന്നത്. സ്തോത്രം. നമ്മൾക്ക് വിചാരങ്ങൾ, സങ്കല്പങ്ങൾ, സ്തോത്രം, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുക. അതല്ല ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, വഞ്ചന, പ്രലോഭനങ്ങൾ, ആരോപണങ്ങൾ, വ്യതിചലനങ്ങൾ, ഭയം, നിരുത്സാഹപ്പെടുത്തൽ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടുവന്നിട്ടിട്ട് നമ്മുടെ ഹൃദയത്തെ കവരുക എന്നതാണ് പിശാചിന്റെ ലക്ഷ്യം. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് സ്തോത്രം കമ്മിറ്റിക്കാരോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് പാസ്റ്ററോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് ഇവിടെ ഇരിക്കുന്ന ഒരു എതിരാളികളോടും അല്ല, നമുക്ക് പോരാട്ടമുള്ളത് BJP-യോടല്ല, RSS-നോടല്ല, CPM-നോടല്ല, കോൺഗ്രസിനോടല്ല, വർഗീയ വേറെ ശക്തികളോടല്ല. പിന്നെയോ നമ്മുടെ പോരാട്ടം ആത്മീകമാണ്. നമ്മുടെ ആത്മീയ ശത്രുക്കൾ കണ്ണിന്റെ മുമ്പിൽ കാണുന്നവയല്ല. സ്തോത്രം. അത് നമ്മുടെ ഹൃദയത്തോട് പോരാടുന്ന ചിന്തകളും ആലോചനകളും വിചിന്തങ്ങളും സങ്കല്പങ്ങളും ഒക്കെയായി ഉയർത്തിക്കൊണ്ടുവരുന്ന പിശാചിന്റെ തന്ത്രങ്ങളാണ്. അതിനെയാണ് നാം പോരാടുന്നത്. എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ അതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ സ്തോത്രം 11 വായിക്കുന്ന, ഒടുവിൽ കർത്താവിൽ അമിത ബലത്തിൽ ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ ആരോടാണ്? വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അത് ഈ ലോകം ഐഡന്റിഫൈ ചെയ്ത ശക്തികളല്ല, ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ശക്തികളല്ല. സ്തോത്രം. അത് അന്ധകാര ശക്തികളാണ്, അത് ഇരുട്ടിന്റെ ശക്തികളാണ്, അത് ആത്മീയന് മാത്രം കാണാൻ കഴിയുന്ന ശക്തികളാണ്. അതിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. സ്തോത്രം. നമ്മളെ നിയന്ത്രിക്കാൻ, നമ്മളെ ഇല്ലാതാക്കാൻ പിശാച് ലക്ഷ്യം വെക്കുന്ന നമ്മുടെ ഹൃദയത്തെയാണ്. ഹല്ലേലൂയ. ഒരുപാട് പേരുടെ ഹൃദയം പിശാചിന്റെ കളിസ്ഥലമായി മാറിയിട്ടുണ്ട്. അനാവശ്യ ചിന്തകൾ, വിചാരങ്ങൾ, സ്തോത്രം, ആകുലതകൾ, ഭയം, നിരാശ, നിരുത്സാഹങ്ങൾ, ഇതെല്ലാം പിശാചിന്റെ ആയുധങ്ങളാണ്. ഭയം കൊണ്ടിടുക, നിരുത്സാഹം കൊണ്ടിടുക. നിരുത്സാഹപ്പെടുത്തുക. നിന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല, നിന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല. എത്ര ആത്മശക്തിയെ കുറിച്ച് പ്രതീക്ഷിച്ചാലേ നിനക്ക് പറ്റത്തില്ല. സ്തോത്രം. നിരാശ. ഇത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹൃദയത്തെ കവരുകയാണ് പിശാചിന്റെ ലക്ഷ്യം. വ്യതിചലിപ്പിക്കുക, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റുക. അത് ഭയങ്കര തന്ത്രം പിശാചിന്റെ. ശരിയായ എല്ലാത്തിൽ നിന്നും പിശാച് നമ്മുടെ ഹൃദയത്തെ കവർന്നുകൊണ്ടിരിക്കും. ആ യഥാർത്ഥമായതിൽ നിന്നും നമ്മുടെ പിശാച് നമ്മളെ കവരും. ഏറ്റവും അറ്റൻഷൻ കൊടുക്കേണ്ടിടത്ത് നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റും. കഴിഞ്ഞ ദിവസം BJ Abraham മാസ്റ്റർ അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി. ഇവിടെ എന്നപ്പോ പറഞ്ഞത് അറിയത്തില്ല, ഏതോ ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞാൽ, ഈ ഏറ്റവും അത്യാവശ്യത്തിന്റെ എതിരാളി ആരാന്നറിയാമോ? ഏറ്റവും അടിയന്തര ആവശ്യത്തിന്റെ എതിരാളി ആരാണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞത് ആവശ്യമാണെന്നാണ്.
ആവശ്യം. നമ്മൾ വിചാരിക്കും ഒട്ടും ആവശ്യമില്ലായ്മയാണ് എതിരാളി എന്നല്ലേ നമ്മൾ വിചാരിക്കുക. ഏറ്റവും അത്യാവശ്യം ഓപ്പോസിറ്റ് പദം ഒട്ടും ആവശ്യമില്ലായ്മ, അങ്ങനെയല്ലേ? അല്ല, ആവശ്യമാണ്. എന്താണെന്നറിയോ? ഈ ആവശ്യം എന്ന് പറയുന്നത് അത്യാവശ്യമല്ല. മനുഷ്യരെ പിശാച് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ആവശ്യങ്ങളുടെ പിന്നാലെ നമ്മുടെ ഹൃദയത്തെ വിടും. അത്യാവശ്യങ്ങളെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയും. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പ്രാർത്ഥിക്കേണ്ട, നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം വേണ്ടതല്ലേ? വേണ്ടതാ. പക്ഷെ അതിനേക്കാളും പ്രാർത്ഥിക്കേണ്ട അനിവാര്യമായ അത്യാവശ്യമായ പ്രാർത്ഥനകളുണ്ടാവും. പിശാച് അവിടേക്ക് നമ്മുടെ കണ്ണ് തിരിക്കത്തേ ഇല്ല. എന്നിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മുടെ ജീവിതത്തിൽ ഈ ആവശ്യങ്ങളെ ഇട്ട് വട്ടം കറക്കാൻ വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഒരു കാര്യം തീരുമ്പോൾ അടുത്ത ആവശ്യം, അത് കഴിയുമ്പോൾ അടുത്ത ആവശ്യം, അത് കഴിയുമ്പോൾ അടുത്ത ആവശ്യം. നമ്മൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോഴെല്ലാം അത്യാവശ്യം അവിടെ നിൽക്കുക. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഇതാണ് പിശാചിന്റെ തന്ത്രം. നമ്മളെ വ്യതിചലിപ്പിച്ച് കളയും ശ്രദ്ധയിൽ നിന്ന്. നമ്മുടെ യഥാർത്ഥമായ ആ സുവിശേഷികൾ, നമ്മളെ എത്രയോ പേര് ഇവിടെ സുവിശേഷത്തിന് വേണ്ടി നന്നായി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നവരാണ്. എന്നാൽ പിശാച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഓരോ അവസരങ്ങൾ കൊണ്ടിടുക, മറ്റു പല തിരക്കുകൾ. മനഃപൂർവ്വം ആരും ഇനി ഞാൻ സുവിശേഷം പറയുന്നില്ലെന്ന് വിചാരിച്ച് അവസാനിപ്പിച്ചതല്ല. സ്തോത്രം. തിരക്കാം, നമ്മെ തൽക്കാലം മാറ്റിവെക്കാന്ന് വിചാരിച്ചതല്ല. പിശാച് വളരെ തന്ത്രത്തിൽ ഓരോരോ തിരക്കുകൾ, ഓരോ ക്ഷീണങ്ങൾ, ഓരോ ആവശ്യങ്ങൾ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച്, എന്നാൽ അടുത്ത ദിവസം ആവട്ടെ, എന്നാ പിന്നെ അടുത്ത ദിവസം ആകട്ടെ, ആ ദിവസം ആകട്ടെ, ഇങ്ങനെ നമ്മളെ കൊണ്ട് ഏതൊക്കെയോ ദിവസങ്ങളിൽ അലസതയിലേക്ക് എത്തിച്ച് ഇന്ന് നാം നിൽക്കുന്ന സ്ഥലത്തെത്തി. ഹലോ സ്തോത്രം. ഇതാണ് ആ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. പിശാചിന്റെ തന്ത്രം നമ്മളെല്ലാം മാറ്റിവെക്കുക. അത്യാവശ്യം അത് നമുക്ക് അടുത്ത ദിവസം, അടുത്ത. മനസ്സിലാവുന്നുണ്ടോ? ആരോട് നന്നാകുന്നുണ്ടോ എന്ന് ചോദിച്ചാലും പറയും നാളെ തൊട്ടാകാം. അതെന്താ ഇന്ന് തൊട്ടെന്ന് പറയാതെ? അത് തന്നെ പിശാചിന്റെ ഒരു തന്ത്രമാണ്. നാളെ എന്ന മാനസാന്തരം തന്നെ പിശാചിന്റെ കെണിയാണ്. മാനസാന്തരം ഉണ്ടെങ്കിൽ അതെന്താണ്? ഇന്നാണ്, ഇപ്പോഴാണ്. സ്തോത്രം. അടുത്ത മണിക്കൂറിൽ പോലും അല്ല, ഇപ്പോഴാണ്. കേൾക്കുന്ന മാത്രയിലാണ്. സ്തോത്രം. തണുപ്പ് കൂടുതലുണ്ട്, പുറകിൽ കുറയ്ക്കണോ? ഇപ്പോഴാണ്. പിശാച് ലക്ഷ്യം വെക്കുന്ന നമ്മുടെ ഹൃദയത്തെയാണ്. പൗലോസ് പറയുന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം ധരിച്ചു കൊള്ളുകയും. എന്താണ് സർവായുധ വർഗ്ഗങ്ങൾ? സത്യത്തിന്റെ ബെൽറ്റ്, സത്യം അരക്കി കെട്ടണം. നീതി എന്ന കവചം ധരിക്കണം. സമാധാന സുവിശേഷത്തിനായി ഉള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്. വിശ്വാസം എന്ന പരിച, രക്ഷയുടെ ഹെൽമെറ്റ്, വചനം എന്ന വാൾ. ഇതാണ് നമ്മുടെ ആയുധം. എന്തൊക്കെയാണ് ആയുധം? അരയ്ക്ക് സത്യം. അരയ്ക്ക് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിപ്പോയി സത്യത്തിന് വേണ്ടി എന്ത് ചെയ്യരുത്? അരയ്ക്ക് കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അര മുറുക്കുക എന്നല്ലേ നമ്മൾ നേരത്തെ ചിന്തിച്ചു. എന്ന് വെച്ചാൽ എന്താ? ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ ഒരു നിപ്പ. എന്ന് വെച്ചാൽ സത്യം അരയ്ക്ക് കെട്ടുക എന്ന് പറഞ്ഞാൽ ആ സത്യം പിന്നെ ആടത്തില്ല, അത് ദൃഢമായിരിക്കണം. ഏതാണ് സത്യം എന്നുള്ളത് ഇപ്പൊ വിശദീകരിക്കാൻ നേരമില്ല. പക്ഷെ സത്യം അതാ നല്ല ദൃഢതയിലായിരിക്കണം. അതിനില്ലേ സത്യം പറഞ്ഞിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. സ്തോത്രം. നീതി എന്ന കവചം ധരിക്കുന്നത് നീതിയായിരിക്കണം. നീതി ഉണ്ടാവണം ജീവിതത്തിൽ. സ്തോത്രം. ചെരുപ്പ്, കാലിലെ ബൂട്ട് എന്ന് പറയുന്നത് സുവിശേഷമാണ്. സുവിശേഷം അറിയിക്കുന്നതാണ് ബൂട്ട്. ഹലോ സ്തോത്രം. പരിചയം എന്ന് പറയുന്നത് ഏതാ? ഈ ഇങ്ങോട്ട് വെട്ടുവന്ന തടുക്കുന്ന വടകരക്കാർക്ക് പരിചയം ആളും നന്നായി അറിയാം. സ്തോത്രം. എന്താണ് ഈ പരിചയം? അത് വിശ്വാസമെന്നാണ്. ഏത് ആക്രമണത്തെയും തടുക്കാനുള്ള പരിചയം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം കൊണ്ട് അതിനെ ജയിക്കണം. ഹെൽമെറ്റ് തലയ്ക്കൊന്നും കൊള്ളാതിരിക്കണമെങ്കിൽ രക്ഷ എന്ന ശിരസ്ത്രം വേണം. രക്ഷ അത് നമുക്ക് കർത്താവ് തന്നതാ. അത് നഷ്ടപ്പെടുത്തരുത്, അത് സൂക്ഷിക്കണം.
സ്തോത്രം. ഇനി തിരിച്ച് അങ്ങോട്ട് പോരാടാനുള്ള ഒരു ആയുധം. ഇതുവരെ ഉള്ളതെല്ലാം ഇങ്ങോട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു അല്ലേ? സ്തോത്രം. പരിചയം ആയിക്കൊള്ളട്ടെ, ബെൽറ്റ് ആയിക്കൊള്ളട്ടെ, കവചമായിക്കൊള്ളട്ടെ, ഹെൽമെറ്റ് ആയിക്കൊള്ളട്ടെ, ഇതൊന്നും ആരെയും ആക്രമിക്കാനുള്ളതല്ല, നമുക്ക് നേരിടാൻ ഒന്നും വരാതെ നമ്മളെ സൂക്ഷിക്കാനുള്ളതാണ്. എന്നാൽ തിരിച്ചാക്രമിക്കാനുള്ള ഒരു ആയുധം നമുക്കുള്ളത് ഏതാ? ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. ആ വാളിന്റെ പ്രത്യേകത, അത് ഭൂമിയിൽ ആർക്കും അങ്ങനത്തെ ഒരു വാളില്ല. എന്താണ്? അത് ഇരുവായുത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ ഒരു വാൾ, എങ്ങോട്ട് വെട്ടിയാലും മുറിപ്പെടുത്തുന്ന ഒരു വാൾ. സ്തോത്രം. ഇത് ധരിച്ചുകൊണ്ട് വേണം ദൈവമക്കൾ നിൽക്കാൻ. ആരെ മുറുക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ റോമൻ പട്ടാളക്കാരെ കുറിച്ച് പറയുന്നത്, റോമൻ പട്ടാളക്കാർ പലപ്പോഴും കവചം ധരിച്ചായിരുന്നു അത്ര ഉറങ്ങിക്കൊണ്ടിരുന്നത്. ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അവർ വളരെ റെഡി ആയിട്ടായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. എന്താ കാര്യം എന്നറിയാമോ? ആക്രമണം ചിലപ്പോഴൊക്കെ രാത്രികളിലുമായിരിക്കും വരുന്നത്. അതുകൊണ്ട് ശത്രുക്കൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് വന്നാലും കീഴ്പ്പെടാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുമായിരുന്നു? ഉറങ്ങുന്ന നേരത്തും കൂടെ യുദ്ധ ഒരുക്കത്തോടു കൂടിയായിരുന്നു അവർ ഉറങ്ങിയിരുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ദൈവമക്കളെ, നമ്മളും അങ്ങനെ തന്നെയാണ്. അലസമായ ഒരു നേരം ദൈവമക്കൾക്ക് പാടില്ല. ഏതു നേരത്തും നാം ജാഗ്രതയുള്ളവരായിരിക്കും. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന ഒരു വാക്യമുണ്ട്. നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ യെരൂശലേമിന്റെ മതിൽ പുതുക്കി പണിയാൻ വേണ്ടി അവർ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ആ പണി തുടങ്ങിയപ്പോൾ തൊട്ട് എതിരാളികൾ അവർക്ക് നേരെ വന്നു. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വലിയ എതിർപ്പുകൾ നേരിട്ടു. സ്തോത്ര. ആ പ്രശ്നത്തെ അവരെങ്ങനെ നേരിട്ടെന്നറിയാമോ? 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാം. അവിടെ വായിക്കുന്നത്, അന്നു മുതൽക്ക് എന്റെ ഭൃത്യന്മാരിൽ പാതിപ്പേർ വേലയ്ക്ക് നിന്നു, പാതിപ്പേർ കുന്തവും പരിചയും വില്ലും കവചവും ധരിച്ചു നിന്നു. സ്തോത്രം. നോക്കുക, പണിക്കാരെ രണ്ടായിട്ട് തിരിച്ചു നെഹമ്യ. പകുതി പേര് കല്ലെടുത്ത് സിമന്റ് ഒക്കെ വെച്ച് പണിയുന്ന പണി, സ്തോത്രം, അതിലേർപ്പെട്ടു. പകുതി പേര് എന്ത് ചെയ്തു? ആയുധം ധരിച്ചുകൊണ്ട് ഇവരുടെ ചുറ്റും കാവലായിട്ട് നിന്നു. കാരണം ശത്രുക്കൾ വരും. നിന്നു. കഴിഞ്ഞില്ല. മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെയും പുറകിൽ പ്രഭുക്കന്മാർ നിന്നു, നേരെ പുറകിൽ. എന്നിട്ടോ ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈ കൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈ കൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. നോക്കിക്കേ, ജോലി ചെയ്യുന്നവർ വരെ ഒരു കൈ കൊണ്ട്, ചുമടെടുക്കുന്നവരെല്ലാം ഒരു കൈ കൊണ്ട് ചുമടെടുക്കുമ്പോൾ തന്നെ മറ്റേ കയ്യിൽ ആയുധം ധരിച്ചിരിക്കുകയാണ്. സ്തോത്രം. പണിയുന്നവർ, ഈ പണിയെടുത്തോണ്ടിരിക്കുന്നവരോ കല്ലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നവർ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അവരരയ്ക്ക് വാൾ കെട്ടിയും കൊണ്ട് പണിതു. സ്തോത്രം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവരെന്ത് ചെയ്തോണ്ടിരുന്നപ്പോഴും ആ ജാഗ്രതയിലാണ് ഇരുന്നത്. ഇന്ന് പകൽ പ്രിയപ്പെട്ട ദൈവമക്കളോട് എനിക്ക് ഇതിൽ നിന്നൊരു ദൂത് പിടിച്ചു പറയാനുള്ളത്, അലസമായി നമ്മുടെ ആത്മീക ജീവിതത്തെ കാണരുത്. ഏത് സമയത്തും ആത്മാവിൽ ജാഗരിക്കുന്നവരായി, ആത്മാവിൽ പൊരുതുന്നവരായി, ആയുധം ധരിച്ചവരായി, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളായി, ആത്മീകമായി പടപൊരുതുന്ന ആത്മീയ യോദ്ധാക്കളായി ദൈവമക്കളെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത്, നമ്മുടെ യുദ്ധത്തിന്റെ ആയുധം നേരത്തെ പറഞ്ഞതുപോലെ ജഡീകങ്ങളല്ല, അത് ആത്മീകമാണ്. ആ ആത്മീയ ആയുധം ധരിച്ചു വേണം ദൈവമക്കൾ നിൽക്കുവാൻ. സ്തോത്രം. അരമുറുക്കുക. അടുത്ത വാക്ക് എന്ത് ചെയ്യുക? മാർഷൽ ഓൾ യുവർ സ്ട്രെങ്ത്. നിന്നെ തന്നെ നല്ലവണ്ണം. എന്താ ഇതിന്റെ അർത്ഥം പറഞ്ഞത്? സ്തോത്രം. നിങ്ങളുടെ മുഴുവൻ ശക്തിയും അണിനിരത്തുക എന്നാണ് അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ. നിന്റെ ശക്തി എന്ത് ചെയ്യുക? അണിനിരത്തുക. നിന്റെ കയ്യിലുള്ള നിന്റെ ശക്തിയെ അണിനിരത്തുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശക്തിയെ അണിനിരത്താൻ പറഞ്ഞ കയ്യിൽ എന്തെങ്കിലും ആയുധമൊക്കെ. നമ്മുടെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ സമയത്ത് സാധാരണ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അവര് ഇവരുടെ ആയുധങ്ങളുടെ ഒരു പ്രദർശനമുണ്ട് അല്ലെ? സ്തോത്രം. ഇപ്പൊ കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടായിരുന്നു,
കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടായിരുന്നു, പാകിസ്ഥാന്റെ ആ ബോർഡറിൽ പോയിട്ട് ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധ വിമാനങ്ങളുടെയും സംവിധാനങ്ങളുടെയും എല്ലാം ഒരു പ്രകടനം. പാകിസ്ഥാൻ ഞെട്ടി പറച്ചു. കാരണം ഇതാ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം കണ്ടിട്ട് എന്ന് പറഞ്ഞ പോലെ ആയുധങ്ങൾ അണിനിരത്തുകയാണ്. സ്തോത്രം. ആയുധങ്ങൾ അണിനിരത്തുക. നിന്റെ ശക്തിയെ അണിനിരത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മസലെല്ലാം പിരിപ്പിച്ചു അങ്ങനെ നിൽക്കാന്നുള്ള അർത്ഥത്തിലാണ്. നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളെ എന്ത് ചെയ്യുക? അണിനിരത്തുക. ഒരു രാജ്യത്തോടുള്ള ബന്ധത്തിലാണല്ലോ ഇത് പറയുന്നത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കും. എഫെസ് ലേഖനം 6:10 നമ്മൾ വായിച്ചത് എന്താ? കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ അവനവൻ തന്റെ കൈകളിലുള്ള ആയുധങ്ങളാണ് ഉയർത്തിയിരുന്നത്. പുതിയ നിയമത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്വന്തം ശക്തി അല്ല ഉള്ളത്, പിന്നെയോ ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ ശക്തി. അതാണ് പറയുന്നത്, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. നാം സ്വയം ശക്തരാകുക എന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നാം അവനിൽ നിന്ന് ശക്തി പ്രാപിക്കണമെന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മുടെ ശക്തി കർത്താവിങ്കൽ നിന്ന് വരുന്നതാണ്. സങ്കീർത്തനം 27:1 വായിക്കുന്നത്, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. സ്തോത്രം. അപ്പൊ നമ്മുടെ ബലം എന്ന് പറയുന്നത് ആരാണ്? ദൈവമാണ്. ഫിലിപ്പിയ ലേഖനം 4:13 വായിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്റെ ശക്തി കൊണ്ടെന്നല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ മതിയാകുന്നു. സങ്കീർത്തനം 144:1 വായിക്കുന്നത്, എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയോ പോരിന് എന്റെ വിരലുകളെയോ അഭ്യസിപ്പിക്കുന്നു. സ്തോത്രം. എന്ന് വെച്ചാൽ എന്താ? ദൈവം നമ്മെ യുദ്ധസജ്ജരാക്കുന്നു, ദൈവം നമുക്ക് ശക്തി പകരുന്നു, ദൈവം നമുക്ക് കൃപ പകരുന്നു. ശത്രുവിനോട് എതിർക്കുവാൻ, ഇരുട്ടിന്റെ പോരുകളെ ജയിക്കുവാൻ, അന്ധകാര ലോകത്തിന്റെ ആയുധവരുതങ്ങളെ അടിയറവ് വെപ്പിക്കുവാനുള്ള ആത്മബലം ഉയരത്തിൽ നിന്നാണ് പകരുന്നത്. നാം ശക്തി പ്രദർശിപ്പിക്കുക എന്നാൽ ആത്മാവിൽ നിറയുക, ദൈവ ശക്തിയിൽ നാം നിറയുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം ശക്തിയെയാണ് നാം ആശ്രയിക്കുന്നതെങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. പത്രോസിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പത്രോസ് അപ്പോസ്തലനോട് കർത്താവ് പറഞ്ഞു, സ്തോത്രം, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, നിങ്ങളെല്ലാം സൂക്ഷിച്ചോ, ഇതാ ഇടയനെ വെട്ടാൻ പോകുന്നു, ആടുകൾ ചിതറിപ്പോകും, കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു, ആരെല്ലാം ഇടറിയാലും ഞാൻ ഇടറുകയില്ല. പത്രോസ് പറഞ്ഞതാ, ആരിടറിയാലും ഞാൻ ഇടറത്തില്ല. സ്തോത്രം. കാരണം പത്രോസിന്റെ വിശ്വാസം തന്നിൽ തന്നെയായിരുന്നു. പിന്നെ ഇത്രയും നാളും കൂടെ നടന്ന, ഇതെല്ലാം ചെയ്തു തന്ന, ഇത്രമാത്രം അത്ഭുതങ്ങളൊക്കെ ചെയ്ത, സ്തോത്രം, ആ യേശുവിനെ ഞാൻ ഉപേക്ഷിക്കാനോ? അവൻ ആത്മാർത്ഥമായി പറഞ്ഞതല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവൻ കള്ളം പറഞ്ഞതാണ്? പത്രോസ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. ഇപ്പോഴും നിങ്ങൾ പറയത്തില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, വല്ല പ്രശ്നവും പ്രയാസമൊക്കെ വന്നാൽ നിങ്ങൾ പള്ളി വരാതിരിക്കുവോ? എവിടെ പാസ്റ്റേ? ഞങ്ങളോ? കർത്താവിനെ വിട്ടിട്ട് ഞങ്ങൾക്ക് ഒരു ജീവിതം ഇല്ല. അടുത്ത ആഴ്ചയെങ്ങാനും ഇവിടെ RSSകാരെങ്ങാനും കയറി എന്തോ പറഞ്ഞു, നോട്ടീസ് ഒട്ടിച്ചെന്ന് അറിഞ്ഞാൽ പിന്നെ ഇപ്പൊ തന്നെ ഇത്രയും കസേര ഒഴിഞ്ഞു, അടുത്ത ആഴ്ച എത്ര കസേര ഒഴിഞ്ഞു നടക്കുന്നത് ആർക്കറിയാം. അപ്പൊ നമ്മൾ പറയും ബുദ്ധിയോടെ ഇടപെടണം, നമ്മൾ തൽക്കാലത്തേക്ക് വളരെ മൗനമായിരിക്കണം. ഭയങ്കര ജ്ഞാനത്തിന്റെയും ശലോമോനും വലിയ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല, അത്രയും വലിയ ജ്ഞാനം അല്ലേ? കാരണം എന്താ? നമ്മളത് കള്ളം പറഞ്ഞതാണോ? ഇല്ല, യേശുവിനെ വിട്ടു പോകുകയല്ല, അത് കള്ളം പറഞ്ഞതാണോ? അല്ല, നമ്മൾ നമ്മുടെ സ്വയം തീരുമാനത്തിൽ നിന്ന് പറഞ്ഞതാ. എങ്ങനെ കർത്താവിനെ വിടാൻ പറ്റും? ഇല്ല, ഞാൻ വിടത്തില്ല. അങ്ങനെയാ പറഞ്ഞേ. പത്രോസും പറഞ്ഞത് അങ്ങനെയാ, ആരിടറിയാലും ഞാൻ ഇടറത്തില്ല. അന്ന് രാത്രി 3 പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞു. അന്ന് രാത്രി അല്ലെ 3 തവണ യേശു പറഞ്ഞു, ഈ രാത്രി കോഴി കൂവും മുൻപ് നീ 3 വട്ടം എന്നെ തള്ളി പറയും. സംഭവിച്ചോ? സംഭവിച്ചു. സ്വയശക്തി പരാജയത്തിലേക്ക് നയിക്കും. എന്നാൽ കർത്താവിലുള്ള ബലം നമ്മെ നിർത്തും.
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം പൗലോസ് പറയുന്നത് ഞാൻ സകലത്തിലും മതിയാകും. പ്രാർത്ഥനയാണ് ശക്തി. സ്തോത്രം. പ്രാർത്ഥന ഒരു ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഒരു ആചാരമല്ല, പ്രാർത്ഥന ഒരു ആയുധമാണ്. ജോൺ വെസ്ലി പറഞ്ഞത് പ്രവൃത്തി നടക്കുന്നിടത്താണ് പ്രാർത്ഥന എന്നാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ഞാൻ പറയുന്നുണ്ടായത് ലിയനാർഡോ റാവൻഹിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പാപം ചെയ്യുന്നത് നിർത്തും, പാപം ചെയ്യുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് നിർത്തും. സ്തോത്രം. അപ്പൊ കൂടുതൽ എത്രത്തോളം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്രത്തോളം നിങ്ങൾ ശക്തരാകും. ഹലോ, എത്രത്തോളം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്രത്തോളം നാം ശക്തരാകും. എത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കുറയുന്നോ അത്രമാത്രം നമ്മൾ ദുർബലരാകും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എപ്പോഴാ ബലഹീനപ്പെട്ടു പോയത്? ഇന്ന് പല ക്ഷീണമില്ലേ, പല പരാജയങ്ങളിലൂടെ, കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നില്ലേ? ഇങ്ങനെ നാം പരാജയപ്പെടാൻ, ഇങ്ങനെ ക്ഷീണിച്ചിരിക്കാൻ, ഇങ്ങനെ ദുഃഖിച്ചിരിക്കാൻ, ഇങ്ങനെ ബലഹീനപ്പെട്ടു പോകാൻ കാരണം എന്താ? ഇത്രമാത്രം നിരാശ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കുന്നുകൂടാൻ കാരണം എന്താ? ഇത്രമാത്രം പരാജയ ഭീതി നമ്മുടെ അകത്ത് നിലനിൽക്കാൻ കാരണം എന്താ? നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞുപോയി. സ്തോത്ര. പ്രാർത്ഥന കുറഞ്ഞുപോയി. പ്രാർത്ഥന വർദ്ധിക്കുന്നോറും നമ്മുടെ സ്തോത്രം ശക്തി വർദ്ധിക്കും. പ്രശ്നം തീരുമെന്നല്ല പറഞ്ഞത്, ശക്തി വർദ്ധിക്കും. പ്രാർത്ഥന കൂടുന്തോറും പ്രശ്നങ്ങൾ വർദ്ധിച്ചാലും ശക്തി വർദ്ധിക്കും. പ്രാർത്ഥന കുറയുന്തോറും നാം ദുർബലരായിക്കൊണ്ടേയിരിക്കും. ഹലോ, സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥനയിൽ തുടരുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് മറ്റൊരു ശക്തി എന്ന് പറയുന്നത്. സ്തോത്രം. മത്തായി 4 യേശുവിനെ പിശാച് പരീക്ഷിക്കാൻ എടുത്തു വന്നപ്പോൾ യേശു കർത്താവ് ഉടനെ ശാസിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, യേശു കർത്താവ് ഉടനെ ഉപവസിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ആക്രോശിച്ചില്ല, വികാരം കൊണ്ട് അതിനെ ജയിക്കാൻ ശ്രമിച്ചില്ല. പിന്നെയോ തിരുവെഴുത്തുകൾ കൊണ്ട് അവൻ സാത്താനെ ജയിച്ചു. അവിടെ അവൻ പറഞ്ഞത്ര കാര്യമുള്ളൂ, എഴുതിയിരിക്കുന്നുവല്ലോ, എഴുതിയിരിക്കുന്നുവല്ലോ, എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് യേശു പറഞ്ഞപ്പോൾ തന്നെ പിശാച് ഓടിപ്പോയി. നമ്മളിവിടെ എന്തെല്ലാം അഭ്യാസം നടത്തിയിട്ടും പിശാച് സ്തോത്രം അങ്ങോട്ട് പോകുന്നില്ലെന്ന് മാത്രമല്ല, പിന്നെ അടുത്ത് വരുന്നേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ ഇവിടെ നോക്കൂ, യേശു കർത്താവ് വചനത്തിൽ ഓരോ വാക്യം എടുത്തിട്ട് എഴുതിയിരിക്കുന്നുവല്ലോ, എഴുതിയിരിക്കുന്നുവല്ലോ, എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിശാച് അവനെ വിട്ടു പോയെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദൈവ വചനം നമുക്കൊരു ശക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ, ഞാനിവിടെ വാക്കുകൾ നിർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ ഇതേ വാക്യത്തിന്റെ മറ്റൊരു പ്രതിധ്വനിയുണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ സ്തോത്രം നാം വായിക്കുന്നത്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കും. പിശാച് ഒരു സിംഹത്തെ പോലെ, സിംഹമാണല്ല പറഞ്ഞത്, സ്തോത്രം, സിംഹത്തെ പോലെ, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുക. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, പിശാച് ചുറ്റി നടക്കുമ്പോൾ നോക്കുന്നത് ആരെയാണെന്നറിയാമോ? സ്തോത്രം. ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് അലറുന്ന സിംഹം പോലെ ഇങ്ങനെ നോക്കുന്നത് ആരെയാണെന്നറിയാമോ? സ്തോത്രം. ഇന്നിപ്പോ പള്ളി ചർച്ചിനകത്ത് പിശാച് വന്നെന്ന് വിചാരിക്കും. ഇതിനകത്ത് കയറാൻ പാടില്ല, എന്നാലും ഞാൻ ഒരു സങ്കല്പത്തിന് പറയുക, വന്നെന്ന് വിചാരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിശാച് എങ്ങനെ നോക്കും? അലറുന്ന സിംഹം എന്ന പോലെ ഇങ്ങനെ നോക്കുകയാ. ഇവിടം തൊട്ട് ഇങ്ങനെ നോക്കി പോവുകയാ. എല്ലാരെയും ഇല്ല, ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ചിട്ടാണ്, അല്ലെ? അപ്പൊ ആരെ ആയിരിക്കും വിഴുങ്ങുക? സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഈ ജന്തുശാസ്ത്രമൊക്കെ പഠിക്കുന്ന ആളുകൾ പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ സിംഹം അങ്ങനെ സ്തോത്രം ഇങ്ങനെ ഇരിക്കുമ്പോ തന്റെ മുമ്പിൽ കൂടെ പോകുന്ന എല്ലാത്തിനെയും കയറി അങ്ങോട്ട് ആക്രമിക്കാറില്ലത്രേ. ഹലോ, ശ്രദ്ധിക്കുന്നുണ്ടോ? സിംഹം എന്ത് ചെയ്യാറില്ല, തന്റെ മുമ്പിൽ കൂടെ പോകുന്ന എല്ലാത്തിനെയും കയറി ഒന്നും പിടിക്കാറില്ല. കുറെ മാൻകൂട്ടം പോകുന്നു, വിശപ്പൊന്നുമില്ല, സിംഹം പിടിക്കാറൊന്നുമില്ല. പിന്നെ സിംഹം എന്ത് ചെയ്യും? സിംഹം വിശക്കൊക്കെ വരുമ്പോ എഴുന്നേറ്റിട്ട് ഈ വലിയ മാനൊക്കെ കൂടി നിൽക്കുന്നിടത്തങ്ങ് ചെല്ലും. നോക്കിയിട്ട് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരാഴ്ചത്തേക്ക് ഇനി ഒന്നും വെക്കാൻ പറ്റില്ലാത്ത വിധത്തിലുള്ള ഏറ്റവും വലിയ മാനേതാണ് നോക്കും, അല്ലെ?
സിംഹം അങ്ങനെയല്ല. പിന്നെ എന്ത് ചെയ്യും? ഈ നൂറുകണക്കിന് മാനുകളുടെ ഇടയിൽ നിന്ന് ഏറ്റവും ബലഹീനനാരാ നോക്കും. ഹലോ, ഏറ്റവും ബലഹീനനാരാ, ദുർബലനാരാ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവിടുന്ന് ഈ കൂട്ടം വിട്ടുമാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കും. ഇങ്ങനെയുള്ളതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നേരെ അവന്റെ നേരെയാണ് ആദ്യം ഇവൻ അക്രമം അഴിച്ചു വിടുന്നത്. ഇതിനെ ഒന്നും കിട്ടാതെ വന്നാലേ പിന്നെ ഈ കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ പിടിക്കാൻ പോകുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പ്രാർത്ഥന കുറയുമ്പോ, ആരാധന കുറയുമ്പോ, ദൈവശക്തി കുറയുമ്പോൾ ക്ഷീണിച്ചു പോകുന്നവനെ സ്തോത്രം നോക്കി പിശാചിങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, അവൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞു ചുറ്റി നടക്കുമ്പോൾ അവന്റെ കണ്ണിൽ ഒറ്റപ്പെട്ടവരായി നമ്മളെ കാണരുത്. പ്രാർത്ഥന കുറഞ്ഞവരായി നമ്മളെ കാണരുത്. വിശ്വാസം കുറഞ്ഞവരായി നമ്മളെ കാണരുത്. ആരാധന കുറഞ്ഞവരായി നമ്മളെ കാണരുത്. സ്തോത്രം. കരുത്തുള്ളവരായി, ആത്മശക്തിയുള്ളവരായി, അഭിഷേകമുള്ളവരായി, ദൈവകൃപയുള്ളവരായി, സ്തോത്രം. ശത്രുവിനോട് എതിർക്കാൻ ആയുധവർഗം ധരിച്ചവരായി, എഴുന്നേറ്റ് നിൽക്കുന്നവരായി ദൈവത്തിന്റെ സന്നിധി നമ്മെ കാണട്ടെ. ഹല്ലേലൂയ. സ്തോത്ര. കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടവരായിട്ടല്ല, കൂട്ടം തെറ്റിയവരായിട്ടല്ല, ദുർബലരായിട്ടല്ല, കരുത്തുള്ളവരായി ദൈവം നമ്മെ സഭയിൽ നിർത്തട്ടെ. ആത്മാവിൽ ബലമുള്ളവരായി ദൈവം നമ്മെ സഭയിൽ നിർത്തട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ വർദ്ധിക്കട്ടെ, നമ്മുടെ ആരാധനകൾ വർദ്ധിക്കട്ടെ, നമ്മുടെ ആത്മീക ദർശനങ്ങൾ വർദ്ധിക്കട്ടെ, നമ്മുടെ സമർപ്പണങ്ങൾ വർദ്ധിക്കട്ടെ, നമ്മുടെ കൂട്ടായ്മകളോടുള്ള ആഗ്രഹം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ശക്തി പുതുക്കി വരട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടുകയും തളർന്നു പോകാതെ നടക്കുകയും ചെയ്യും എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നമുക്ക് ശക്തിപ്പെടാം. എല്ലാ ക്ഷീണവും മാറട്ടെ, എല്ലാ പരാജയവും മാറട്ടെ, എല്ലാ ബലഹീനതയും മാറട്ടെ, എല്ലാ നിരാശയും മാറട്ടെ, എല്ലാ ഭയവും മാറട്ടെ, എല്ലാ നിരുത്സാഹവും മാറട്ടെ. ദൈവത്തിന്റെ മക്കൾ ഇന്ന് പകൽ ആത്മാവിൽ ബലം പ്രാപിക്കട്ടെ, യേശുവിൽ ബലം പ്രാപിക്കട്ടെ, വചനത്തിൽ ബലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ദൈവമക്കൾ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുമ്പോൾ ഹല്ലേലൂയ. സ്തോത്രം. അവന് ഇരയായി തീരാൻ വേണ്ടി അല്ല, അവനോട് എതിർത്ത് ജയിപ്പാൻ കഴിയുന്ന ഒരാത്മനിറവോടെ ദൈവമക്കളെ നമുക്ക് നിൽക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഒരിടയൻ ആടുകളുമായിട്ട് പോകുമ്പോഴേ ആടിനെ പിടിക്കാൻ പല മൃഗങ്ങളും വരും. ഏത് മൃഗമായിരിക്കും ഏറ്റവും സുരക്ഷിതം? ഇടയനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏതോ അതായിരിക്കും ഏറ്റവും സുരക്ഷിതനായ മൃഗം. ആണോ? ഇടയനിൽ നിന്ന് അകന്നുപോയതും കൂട്ടം തെറ്റിപ്പോയതിനെയൊക്കെയാണ് പിശാച് പിടിക്കുക. സ്തോത്രം. ഇടയൻ എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ എന്നെ മേലോട്ട് നോക്കണ്ട. നമുക്ക് ഒറ്റ ഇടയനേ ഉള്ളൂ, നമ്മുടെ കർത്താവ്. പാസ്റ്ററോട് അകന്നവരെ എല്ലാം പിടിക്കുമെന്നായിരിക്കും പാസ്റ്റർ പറഞ്ഞത്. അങ്ങനെയല്ല. ഇടയൻ നമ്മുടെ കർത്താവ്, ശ്രേഷ്ഠ ഇടയൻ നമ്മുടെ കർത്താവ്. പക്ഷെ അതിന് ഇവിടെ ഒരു അർത്ഥമുണ്ട്. ഇടയനോട് ചേർന്ന് നിൽക്കണം, അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അത്രേ ഉള്ളൂ. ഇടയന്റെ അടുത്തുള്ളതായിരിക്കും സുരക്ഷിതം. നഹൂം 1:7 പറയുന്നുണ്ട്, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ദൈവം നമ്മളോട് ജാഗ്രത പാലിക്കാൻ പറയുകയാണ്. നാം ഭയത്തോടെ ജീവിക്കണമെന്നല്ല ദൈവത്തിന്റെ ആഗ്രഹം. പേടിച്ചിട്ട് സംഹാരകൻ വരുന്നെന്ന് കേൾക്കുമ്പോൾ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെന്താ? വിജയത്തോടെ ജീവിക്കേണ്ടതിന് നാം ജാഗ്രത പാലിക്കണമെന്നതാണ് കർത്താവിന്റെ ആഗ്രഹം. പേടിച്ചു നിൽക്കാനല്ല, ധൈര്യത്തോടെ നിൽക്കാം, നല്ല ഉറപ്പോടെ നിൽക്കാം, നമ്മൾ ഉത്സാഹത്തോടെ നിൽക്കാനാണ് നമ്മളോട് പറയുന്നത്. ലൂക്കോസ് 10:19 ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. എന്താ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. സ്തോത്രം. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്നത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ശക്തി നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. യുദ്ധം യഥാർത്ഥമാണ്. എന്നാൽ ഉണർന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത്
വിശ്വാസിയുടെ കടമയാണ്. അത് ചെയ്യുന്നവർ വിജയിക്കും. സുനിശ്ചിതമാണ്. കോട്ട സംരക്ഷിക്കുക, നിങ്ങളുടെ ഹൃദയങ്ങളെ സൂക്ഷിക്കുക, സ്തോത്ര ആത്മീക മതിലുകളെ ശക്തമാക്കി നിലനിർത്തുക, വഴി നോക്കുക, ജാഗ്രത പാലിക്കുക, ഉണർന്നിരിക്കുക, ആത്മീക ഉറക്കങ്ങളെ നിരസിക്കുക. സ്തോത്രം, നിങ്ങളെ തന്നെ ധൈര്യപ്പെടുത്തുക. സ്തോത്രം, ദൈവത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക, നിങ്ങളുടെ സ്തോത്രം ശക്തിയെ അണിനിരത്തുക. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിൽ നിന്നുള്ളതല്ല, ദൈവത്തിൽ നിന്നുള്ള ശക്തിയിൽ നാം നിറയപ്പെടുക. ശത്രു മുന്നേറുകയാണ്, പക്ഷെ ദൈവജനം നിസ്സഹായരല്ല. ശത്രു പട ഒരുക്കുകയാണ്, ദൈവമക്കൾ പരാജയപ്പെട്ടവരല്ല. ശത്രു പല വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ദൈവമക്കൾ പേടിക്കേണ്ട. നമ്മുടെ കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ വലിയവനാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ജയം ദൈവം വരുന്നു. ദൈവം നമുക്ക് ജയം തരും. ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കും. ദൈവം നമ്മുടെ സ്ഥിതികളെ മാറ്റും. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നമ്മുടെ തകർച്ചകളെ പണിയും. ദൈവം നമുക്ക് വേണ്ടി തന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തും. ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. വിശ്വസിക്കും.